അധ്യാപക ഐക്യവേദി സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ DA കുടിശ്ശിക ഇങ്ങനെ നിൽക്കുകയാണ്, മിണ്ടാടില്ല. ലീവ് സറണ്ടറിന്റെ വിഷയം വേറെ നിൽക്കുകയാണ്. മെഡിസെപ്പ് പൊളിഞ്ഞ് പാളീസായി. ലീവ് സറണ്ടർ 2027 തരാമെന്നാണ്. അത് ഇവർ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് UDF കൊടുത്തോളും. 27 ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്യാത്ത ആളുകളാണ് രണ്ടാമത്തെ ഉപദ്രവമാണ് വന്നിരിക്കുന്നത്. ആദ്യം ഖാദർ കമ്മീഷൻ രൂപീകരിച്ച് ആ റിപ്പോർട്ടിൻ്റെ പകുതി റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ ഏകീകരണത്തിലുള്ള നടപടികൾ തുടങ്ങി. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് മുഴുവൻ റിപ്പോർട്ടും കൊടുത്തത്. ആ റിപ്പോർട്ട് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഏകീകരണ നടപടികൾ വലിയ ഗമയിൽ തുടങ്ങി. ഇപ്പോൾ എവിടെ എത്തി? അപ്പോൾ അവിടെ എത്തിയിട്ടില്ല. ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, അമ്മാത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നിശങ്കു സ്വർഗത്തിലാണ് ഏകീകരണ നടപടികൾ നിൽക്കുന്നത്. ഇതൊക്കെ ആരുടെ അസുഖമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM-ൻ്റെ ഒരു സംഘടനയുണ്ട്, അധ്യാപക സംഘടന. അവർക്ക് മറ്റ് സംഘടനകളെ കാണുമ്പോൾ അസൂയാണ്. അവർ മാത്രമേ പാടുള്ളൂ പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കിയാൽ മതി. വിദ്യാഭ്യാസ മേഖലയിൽ ഒറ്റ സംഘടന മാത്രമേ പാടുള്ളൂ, KSDA. വേറെ ആരും പാടില്ല. അതായിരിക്കും ഇതിനേക്കാൾ നല്ലത്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ അധ്യാപക സംഘടനകളെ കണ്ട അത് പ്രതിപക്ഷ സംഘടനകൾ എന്ന് മാത്രമല്ല, ഇടതുമുന്നണിയിലെ തന്നെ ഘടകകക്ഷികളുടെയൊക്കെ അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഘടനകളെ കണ്ടാലും അവർക്ക് ഇഷ്ടമല്ല. അവരാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ച് ശിവൻകുട്ടിയെ ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ ഇവരുടെ ഉപദേശം കേട്ടാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി നിൽക്കുന്നത്, അവിടെ എവിടെയും എത്താത്ത രീതി. അപ്പോൾ ഈ മറ്റ് സംഘടനകളോടുള്ള ഈ ഒരു സംഘടനയ്ക്കുള്ള അസൂയ ഈ ഏകീകരണത്തിൻ്റെ പോലും പുറകിൽ അതാണ്. കാരണം ഹയർ സെക്കൻഡറിയിലെ അവരുടെ സംഘടനകൾ ഇല്ല, കാര്യമായിട്ട് അവർക്ക് സ്വാധീനമില്ല. അതുകൊണ്ടാണ് ഏകീകരണത്തിന് പുറപ്പെട്ടത്. സംഘടനാപരമായ കാര്യമോ അക്കാഡമിക്കായിട്ടുള്ള കാര്യമല്ല, വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ജോലിയോ ഈ കിട്ടാത്ത അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവരാരോടെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? അവരും മറ്റവരെ പോലെ ഡോക്യുമെൻ്ററി ഉണ്ടാക്കി, മറ്റേ കാരണഭൂതനെ കുറിച്ചുള്ള പാട്ടുണ്ടാക്കി കൈയൊട്ടിക്കളിയൊക്കെ കളിച്ചടക്കാണ്. അധ്യാപകരുടെ കാര്യമോ ജീവനക്കാരുടെ കാര്യമോ ഒന്നും ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ മീതെയാണ് കൂനിന്മേൽ കുരു എന്നതുപോലെ KER ഭേദഗതിയിലൂടെ റഫറൻഡം നടത്തി അംഗീകൃതമായി നിൽക്കുന്ന അധ്യാപക സംഘടനകളെ ഇല്ലാതാക്കാൻ. അതിനെ അതിശക്തമായി നമ്മൾ എതിർക്കും. നിങ്ങളുടെ എതിർപ്പിൻ്റെ കൂടെ കേരളത്തിലെ പ്രതിപക്ഷമുണ്ട് എന്ന് ഞാൻ വാക്ക് തരുന്നു. ഒരു കാരണവശാലും ഇത് നടത്താൻ സമ്മതിക്കില്ല. ശ്രീ ബാബു ദിവാരം പറഞ്ഞതുപോലെ കുറച്ച് നാളും കൂടി അല്ലേ നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല, അതറിയാമല്ലോ. 2026 ഐക്യജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. ഇതിനൊക്കെ നമുക്ക് മറുപടി കൊടുക്കാം. ഈ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല കൃത്യമായി മറുപടി കൊടുക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ KSCയിൽപ്പെട്ട അധ്യാപകരെ കണ്ടാലും, നേതാക്കളെയല്ല അധ്യാപകരെ കണ്ടാലും നിങ്ങൾ വഴക്കൊന്നുമിടണ്ട, ചിരിച്ചൊക്കെ നിന്നാൽ മതി. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവർ നമുക്ക് വോട്ട് ചെയ്യാൻ പോകണം. നേതാക്കന്മാരല്ല, നേതാക്കന്മാർക്ക് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ അധ്യാപകരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അവർ പിന്നെ നിവൃത്തിയേട് കൊണ്ടാണ് അവിടെ തന്നെ നിൽക്കുന്നത്. അവരോട് ശത്രുത വേണ്ട. അവർ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉറപ്പായും നമുക്ക് വോട്ട് ചെയ്യും. ആ കാര്യം കൂടി സ്വകാര്യത്തിൽ അവരോട് പറഞ്ഞേക്കണം, ആ സംഘടനയിൽപ്പെട്ട ആളുകളോട് പറഞ്ഞേക്കണം. എൻ്റെ ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ് അവർ കിട്ടുമെന്ന്, വോട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. പലയിടത്തും കിട്ടി, പാലക്കാട്, ചേലക്കര, മറ്റേ നിലമ്പൂരൊക്കെ നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല ധൈര്യമുണ്ട്. ജീവനക്കാരും അതെ, അധ്യാപകരും അതെ, പെൻഷൻകാരും ഇപ്രാവശ്യം UDF-ന് വോട്ട് ചെയ്യുള്ളൂ. കാരണം UDF-ൽ വന്നാലേ ഈ പ്രശ്നം. ഇനി ഇവർക്ക് അധികാരം കൊടുത്താലോ എന്തായിരിക്കും? പിന്നെ DA ചിലപ്പോൾ നിർത്തലാക്കും. ശമ്പളം പിന്നെ കിട്ടുമെന്ന് ഓബിയായിരിക്കും, ശമ്പളം കിട്ടൂല. KSRTCയുടെ അവസ്ഥ വരും. അതുകൊണ്ട് ജീവനക്കാരും പെൻഷൻകാരും അധ്യാപകർ UDF വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത് നടപ്പാക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. റഫറൻഡം എന്ന പ്രഖ്യാപനമാണ് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിലും ധർണയിലും പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ N. ഷംസുദ്ദീൻ MLA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി. KER ഭേദഗതിയിലൂടെ റഫറൻഡ് നടത്തി അംഗീകൃത അധ്യാപക സംഘടനകളെ ഉന്മൂലനം ചെയ്ത് ജനാധിപത്യ ധ്വംസനം നടത്താനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയുക, അധ്യാപകർക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അധ്യാപക സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്.
പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപക ഐക്യവേദി ജനറൽ കൺവീനർ AV ഇന്ദുലാൽ സ്വാഗതം പറഞ്ഞു. മോൻസ് ജോസഫ് MLA, PC വിശ്വനാഥ് MLA, മാത്യു കുഴൽനാടൻ MLA, SCD ചെയർമാൻ ചവറ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.